കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു. സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്. അതെ അതെ, എനിക്കറിയാം. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. പാണക്കാട്ടെ ഈ പെൺകുട്ടി പറഞ്ഞത് 100% സത്യമാണ്. ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് ആദ്യമായി ഞാൻ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഈ പെൺകുട്ടിക്കെതിരെ മുസ്ലിയാക്കന്മാർ ചാടി. മുസ്ലിയാക്കന്മാർ ആക്രോശങ്ങളുമായി രംഗത്ത് വന്നു. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ പിതാവ് മുനവ്വർ അലി തങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈ സംഗതി തിരുത്തുകയും ചെയ്തു. എന്താ മുനവ്വർ അലി തങ്ങൾ പറഞ്ഞത്? എൻ്റെ മകള് പറഞ്ഞത് തെറ്റാണ്. കേരളത്തിലെ അവഗാഹമായ ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ അറിവുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോക്ക് ഹറാമ് തന്നെയാണ് എന്ന നിലക്കാണ് അദ്ദേഹം തിരുത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു സത്യം വിളിച്ചു പറയാൻ അവഗാഹമായ ഇൽമിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ലോകത്ത് മക്കയും മദീനയും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ, ആ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ പോരെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മീഡിയയും സംവിധാനമൊക്കെ ഈ അധികരിച്ച കാലത്ത് ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടോ അവിടെയൊക്കെ പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദനീയമാണ് എന്ന കാര്യത്ത് ലോകത്ത് കാര്യങ്ങൾ തിരിയുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. എന്നാൽ കേരളത്തിലുള്ള ചില മുസ്ലിയാക്കന്മാർ ഇപ്പോഴും പൊട്ടം കളിച്ചുകൊണ്ട് ഹറാം ഫത്വയുമായി ഇങ്ങനെ സമുദായത്തെ പിറകോട്ട് തന്നെ കൊണ്ടുപോകുകയല്ലേ ചെയ്യുന്നത്. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത്? ഇപ്പോൾ പിതാവ് തിരുത്തിയല്ലോ. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത്? ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ? എന്താണ് ആ മോള് പറഞ്ഞത്? അതായത് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് ചില ആളുകൾ ഉണ്ടാക്കിയ കാര്യമാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അത് ശരിയല്ലേ? അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഈ ആക്രോശങ്ങളുമായി പല നിലക്കുള്ള പ്രതികരണങ്ങളുമായി വരുന്ന മുസ്ലിയാക്കന്മാരിൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് സാധിക്കുമോ ആ പെൺകുട്ടി പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ? അത് തിരുത്തിയ വാപ്പാക്ക് കഴിയുമോ? ഞാൻ ചോദിക്കുകയാണ്. ഖുർആനിൽ എവിടെയെങ്കിലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹദീത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇജ്മായിലുണ്ടോ? ഏതെങ്കിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുണ്ടോ? എന്തിനേറെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളെങ്കിലും ആ കിതാബുകളിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ത് സ്ത്രീകൾക്ക് പള്ളിക്ക് പോക്ക് ഹറാമാണ് എന്ന്? മുസ്ലിമീങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ട കാര്യമല്ലേ അത്. എന്നാൽ നേരെ മറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുക. 100 കണക്കിന് ഹദീസുകളിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കൽ, പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പോകൽ അനുവദനീയമാണ് എന്നും 100 കണക്കിന് ഹദീസുകൾ കാണിക്കാൻ കഴിയും. മാത്രമല്ല, ഹദീസ് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പള്ളി ദർസുകളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങളുടെ കിതാബുകളിൽ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇത്രയും കാലത്ത് മുസ്ലിം പാരമ്പര്യത്തിൽപ്പെട്ടതാണത് എന്ന് കാണിച്ചു തരാൻ സാധിക്കുമെന്നാണ് ഈ പറയുന്നത്. എന്നിട്ടും നാണവും ഉളുപ്പില്ലാതെ ഈ വിചിത്രമായ ഹറാം ഫത്വയുമായി ഇനിയും നിങ്ങൾ ഊരു ചുറ്റുകയും ആ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെയും കുടുംബത്തെയും ഒക്കെ നിങ്ങൾ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നത് എത്ര കാലം നിങ്ങൾക്ക് ഈ സത്യത്തെ ഇങ്ങനെ മൂടിവെക്കാൻ കഴിയുമെന്നാണ് ഈ മുസ്ലിയാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഷറഹുൽ മുഹദ്ദബ് പ്രസിദ്ധമായ ഗ്രന്ഥമല്ലേ, ഷാഫി മദ്ഹബിൽ ഇമാം നവവിയുടെ ഗ്രന്ഥമല്ലേ? അതിൽ ഇമാം നവവി എന്താ പറഞ്ഞത്? വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ എന്നാ പറഞ്ഞത്. സ്ത്രീ ജുമാക്ക് പോയി അവിടെ നിസ്കരിക്കൽ അത് അനുവദനീയമാണ് എന്ന കാര്യത്തിൽ ഇബ്നുൽ മുൻദിറും അതേപോലെയുള്ള മറ്റുള്ള പണ്ഡിതന്മാരും ഇജ്മാ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് ഷറഹുൽ മുഹദ്ദബിലില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? എത്ര കിതാബുകളിലുണ്ട്, എത്ര ഹദീസുകളിൽ അള്ളാഹുവിന്റെ അടിയാത്തുകളെ പള്ളികളിൽ നിന്ന് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എത്ര ഹദീസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. എന്നിട്ടും നിങ്ങൾ ഈ വിചിത്രവാദം, അത് പറഞ്ഞവർക്കെതിരെ ആക്രോശങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഹറാമാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ കുട്ടി ഒഴുക്കോടുകൂടെ പറയുന്ന ഈ ഇംഗ്ലീഷ് ഹറാമായിരുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഫത്വ കൊടുത്തതല്ലേ? ഈ കുട്ടിയടക്കമുള്ള പെൺകുട്ടികൾ എഴുത്തും വായനയും പഠിക്കുന്നത് ഹറാമായിരുന്നില്ലേ നിങ്ങൾക്ക്? അതൊക്കെ നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ വൈകാതെ ഇതും നിങ്ങൾക്ക് തിരുത്തേണ്ടി വരിക തന്നെ ചെയ്യും.